ഹായ് ഫ്രണ്ട്സ്, കേൾത്തെറ്റുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുള്ളത് ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലെ ഗിർ നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. നമ്മൾ ഈവനിങ് ടൈം ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ നമുക്ക് മോർണിംഗ് ആണ് നമ്മുടെ ജംഗിൾ സഫാരിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മോർണിംഗ് ടൈമിലെ വിഷ്വൽസ് ആണ്. നേരത്തെ കണ്ട വിഷ്വൽസ് നമ്മൾ ഈവനിങ് ടൈമാണ് വന്നത്. അപ്പോൾ എടുത്തൊരു വിഷ്വൽസ് ആയിരുന്നു ഇത്. നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള ജിപ്സിയിലും മഹേന്ദ്രയുടെ വെഹിക്കിളിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചു. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വന്നിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. നമ്മുടെ കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് എൻട്രൻസ് വരുന്നത്. ഇവിടെയും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചതിന് ശേഷം വേണം നമ്മൾ ഉള്ളിലേക്ക് പോകാനായിട്ട്. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി 1975 നമ്മുടെ ഈ നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മോർണിംഗ് ടൈം ആയതുകൊണ്ട് നമുക്ക് ലൈറ്റിനിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്. നമ്മൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ പല സോണുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പല റൂട്ടിലേക്ക് ഇവിടുന്ന് കുറച്ചും കൂടി ചെന്നിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ലൈറ്റിനിങ് കുറച്ച് കുറവാണ്. അതുപോലെ തന്നെ ഈ ടൈമിനാണ് സിംഹങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ കൂടുതലും കാണുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും നല്ല അത്യാവശ്യം നന്നായിട്ട് നോക്കി തന്നെയാണ് പോകുന്നത്. പയ്യന് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ് സാധാരണ നമുക്ക് സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ പോയിട്ട് അവയെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗിർ നാഷണൽ പാർക്കിലും സെയിം ഇത് തന്നെയാണ്. നമുക്ക് ഏഷ്യാറ്റിക് സിംഹങ്ങളെ നേരിട്ട് അവയുടെ ആവാസ വ്യവസ്ഥയിൽ പോയി കാണാനുള്ള അവസരവും നമുക്കിവിടെ ഉണ്ട്. അതാണ് ഈ നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വംശനാശ ഭീഷണിയിൽ നിന്നും നമ്മുടെ ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് 1975 നമ്മുടെ ഈ ഒരു നാഷണൽ പാർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സംരക്ഷിതമായ രീതിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 500-ന് മേലെയോളം സിംഹങ്ങളുണ്ട് നമുക്കിവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ നാഷണൽ പാർക്ക് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നാഷണൽ പാർക്കും കൂടിയാണ്. ഫ്രണ്ട്സ്, ഈ കാണുന്ന ബേഡ് നമ്മുടെ നീലക്കുരുവി എന്ന് പറയുന്ന ബേഡാണ്. ഇത് വംശനാശ ഭീഷണിയുടെ ലിസ്റ്റിലുള്ള ഒരു ബേഡും കൂടിയാണ്. ടിക്കിൾസ് ബ്ലൂ ഫ്ലൈ ക്യാച്ചർ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം വരുന്നത്. എന്തായാലും നമുക്ക് അതിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഏകദേശം 1412 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് നമ്മുടെ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിയെ നമുക്ക് ഒരുപാട് നമ്മുടെ മയിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം കാട് നല്ല ഡ്രൈ ആണ്. നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇലവഴിയും വനങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ദൂരെയും കാണാൻ പറ്റും. എന്തായാലും നമ്മൾ പോകുന്ന സൈഡ് മുഴുവൻ അത്യാവശ്യം നല്ല ഡ്രൈ ആണ്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന വഴി ഇതുപോലെ ഒരു അരുവിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം വെള്ളത്തിൻ്റെ സോഴ്സൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ്. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്ന ഒരു മയിലിൻ്റെ സൈറ്റിംഗ് ആണ്. ഏകദേശം 425ഓളം വ്യത്യസ്തമായ പക്ഷി ജാലങ്ങളുണ്ട് ഇവിടെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വംശനാശം വന്നിരിക്കുന്ന ഒരുമിക്ക പക്ഷികളും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെയും ഒരു നല്ലൊരു സൈറ്റിംഗ് കിട്ടുന്ന ഏരിയയും കൂടിയാണ് നമ്മുടെ ഗിർ ഫോറസ്റ്റ്. എന്തായാലും നമുക്ക് നമ്മുടെ മനോഹരമായ കാഴ്ചയിലേക്ക് പോവാം. നമുക്ക് അടുത്തായിട്ട് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഏഷ്യൻ ഗ്രീൻ ബീസ്റ്റർ ആണ്. നമ്മുടെ നാട്ടുവേലി തത്ത. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന സെയിം ബേഡ് തന്നെയാണ്. ഇതും നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ തത്ത തന്നെയാണ്. അത്യാവശ്യം ലോങ് ആയിരുന്നു. എന്തായാലും അതിൻ്റെ വിഷയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു ലെങ്കൂറിൻ്റെ ഒരു വിഷ്വലായിരുന്നു. അത്യാവശ്യം കൂട്ടമായിട്ട് നടക്കുന്ന ഒരു ലെങ്കൂറാണ്. എന്തായാലും നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരെണ്ണത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം വന്നിട്ട് സദേൺ പ്ലെയിൻ ഗ്രേ ലെങ്കൂർ എന്നാണ് ഇതിനെ പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഈ ലെങ്കൂറുകൾ നമ്മുടെ ഗിർവനാന്തരങ്ങളുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ കിട്ടിയത് ഒരു സിംഗിൾ ലെങ്കൂറിൻ്റെ വിഷ്വലായിരുന്നു. വീണ്ടും നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വണ്ടി കുറച്ചും കൂടി മുന്നോട്ട് മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് കൂട്ടത്തിന് കിട്ടിയായിരുന്നു. എന്തായാലും ഇവിടുന്ന് കൂട്ടം മാറി വന്നിരിക്കുന്ന ഒരു ലെങ്കൂർ തന്നെയായിരുന്നു അത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സൈറ്റിംഗ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇതുവരെ ലയനെ കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് ലയനെ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെ പോവുകയാണ്. എന്തായാലും തൊട്ടടുത്ത് തന്നെ നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടിയായിരുന്നു. നമ്മുടെ സാമ്പാടിയറിൻ്റെയാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാമ്പാടിയർ, അതായത് നമ്മുടെ തേക്കടി അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സാമ്പാടിയറിനെ അപേക്ഷിച്ചിട്ട് ഇവക്ക് കുറച്ചും കൂടി കളറ് കുറവാണ്. അതുപോലെ തന്നെ രോമത്തിൻ്റെ അളവും അത്യാവശ്യം കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ കാണുന്നതിന് അത്യാവശ്യം രോമങ്ങൾ കുറവായിരിക്കും. പക്ഷെ ഇത് അത്യാവശ്യം നല്ല രോമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആൾക്ക് ഒട്ടും പേടിയില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് ആൾ നിൽക്കുന്നത്. ഡ്രൈ ആയതുകൊണ്ട് അത്യാവശ്യം ഉണക്കയിലയും കാര്യങ്ങളൊക്കെയാണ് തിന്നുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ഒരു
ഫീമെയിലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയാണ്. എന്തായാലും നിങ്ങളും ഇതുപോലെ ടൂറൊക്കെ വരാൻ ശ്രമിക്കുക. നമ്മുടെ വ്ളോഗേഴ്സ് ആയിട്ടുള്ള ഹാരിസ് കാസിം വ്ളോഗിലെ ഹാരിസിക്കയും വണ്ടർലസ് സ്റ്റോറീസിലെ നിതിൻ ചേട്ടനുമാണ് നമ്മുടെ ഈ ടൂർ പാക്കേജ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂർ തന്നെയായിരുന്നു. എന്തായാലും ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. വരും മാസങ്ങളിലും ഇതേ സെയിം ട്രിപ്പ് തന്നെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. എന്തായാലും നിങ്ങളും ഫാമിലിയായിട്ട് വരാൻ ശ്രമിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരത്തെ കണ്ടത് ഫീമെയിൽ ആയിരുന്നു. ഇത് നമുക്ക് മെയിൽ ആയിട്ടുള്ള ഒരു സാമ്പാഡിയറിൻ്റെ നല്ലൊരു വിഷ്വൽ കിട്ടിയായിരുന്നു. കണ്ടറിയാൻ പറ്റും, അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ആൾക്ക്. അതുപോലെ തന്നെ നല്ല കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്കിന്നൊക്കെ അത്യാവശ്യം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതിപ്പോൾ പുതിയ സ്കിന്നൊക്കെ വരാനുള്ള ഒരു സ്റ്റാർട്ടിങ് ഞാൻ തോന്നുന്നു. ആള് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള പുല്ലുകളൊക്കെ തന്നെയാണ് അതും തിന്നുന്നത്. നല്ല ഹൈറ്റ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ വേറെ ഫീമെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ മെയിലിൻ്റെ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു വിഷ്വൽസും കൂടി കിട്ടിയായിരുന്നു. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു പുള്ളിമാൻ്റെ വിഷ്വലാണ്. അത്യാവശ്യം ചെറിയൊരു പുള്ളിമാനാണ്. കാരണം ഒരുപാട് സൈസും കാര്യങ്ങളൊന്നുമില്ല അതിന്. ഇപ്പം നമുക്ക് ഒരു മനോഹരമായ ഒരു കാഴ്ച കൂടി കാണാൻ പറ്റിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലെങ്കൂർ അതിൻ്റെ മുകളിൽ നിന്ന് കഴിക്കുന്ന ഇലകളൊക്കെ നല്ല പച്ചയാണ്. കാരണം താഴെ നല്ല ഡ്രൈ ആയതുകൊണ്ട് ഈ ലെങ്കൂർ ശരിക്കും പറഞ്ഞാൽ ഈ മരത്തിൻ്റെ കൊമ്പ് ഒന്ന് താത്തിയിട്ട് ഈ പുള്ളിമാനും കൂടി തിന്നാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സഹജീവികളെയും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഈ മൃഗങ്ങൾക്കും ഉണ്ട്. അത് വലിയൊരു മെസ്സേജും കൂടിയായിരുന്നു. കാരണം നമുക്ക് കണ്ടറിയാൻ പറ്റും ആ കൊമ്പ് താത്തി കൊടുക്കുന്നത്. അങ്ങനെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു ഡാമിൻ്റെ വിഷ്വൽസ് കിട്ടിയായിരുന്നു. അത്യാവശ്യം വലിയൊരു ഡാം തന്നെയാണ്. വീണ്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം നമ്മളിപ്പോൾ കാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ സഞ്ചരിച്ചെങ്കിലും നമുക്ക് ലയണിൻ്റെ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. എന്തായാലും മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് വിഷ്വൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ റോബിൻ്റെയാണ്. നമ്മുടെ മലയാളത്തിൽ ഇതിനെ പറയുന്നത് കൽമണ്ണാത്തി എന്നും കൂടിയാണ്. എന്തായാലും നമുക്കതിൻ്റെ ഒരു മനോഹരമായ വിഷ്വലും കിട്ടിയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഡാമിൻ്റെ സൈഡിൽ കൂടി താഴോട്ട് ഇറങ്ങി വരുവാണ്. ചെറിയൊരു നീരുറവയും കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റുമായിരുന്നു. എന്തായാലും നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു മനോഹരമായ ഒരു കാഴ്ച കിട്ടിയായിരുന്നു. കാരണം നമ്മുടെ ഗ്രീൻ സാൻഡ് പിപ്പറിൻ്റെ ഒരു വിഷ്വലും, അതായത് മലയാളത്തിൽ തന്നെ പറയുന്നത് കരിമ്പൻ കാടക്കൊക്കെ എന്നായിരുന്നു. അതിൻ്റെ ഒരു മനോഹരമായ വിഷ്വൽസ് നമുക്ക് കിട്ടിയായിരുന്നു. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായിട്ട് കിട്ടിയിരിക്കുന്നത് റെഡ് വെൻറ്റഡ് ബുൾബുളിൻ്റെ ഒരു വിഷ്വലായിരുന്നു. നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ പറയുന്ന നമ്മുടെ തൊപ്പിക്കിളി ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ബേർഡ് തന്നെയാണിത്. എന്തായാലും നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരല്ലേ ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഫോറസ്റ്റിൻ്റെ സ്റ്റാഫ് വന്നിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ സൈറ്റിംഗ് ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നമുക്കൊരു മനോഹരമായൊരു ബേഡ്സിൻ്റെ കുറച്ച് വിഷ്വൽസ് കിട്ടിയായിരുന്നു. അതും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഫ്രണ്ട്സ്, നമുക്ക് അടുത്തായിട്ട് സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ജംഗിൾ ബാബ്ലറിൻ്റെ ഒരു വിഷ്വലാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന സെയിം നമ്മുടെ കരിയിലാമ്പീച്ചി, കരിയിലക്കിളി എന്നൊക്കെ പറയുന്ന സെയിം ബേർഡ് തന്നെയാണ്. എന്തായാലും അതുങ്ങൾ ഒരു കൊമ്പിൽ തന്നെ 2 ബേഡ്സ് ഇരിക്കുന്ന ഒരു മനോഹരമായ വിഷ്വൽസ് നമുക്ക് കിട്ടിയായിരുന്നു.
അതിനുശേഷം നമുക്ക് അടുത്ത് കിട്ടിയിരിക്കുന്നത് കുറച്ച് തത്തമ്മയുടെ വിഷ്വൽസ് ആണ്. എന്തായാലും നല്ലൊരു മനോഹരമായ കാഴ്ചയായിരുന്നു ഇത് രണ്ട് വിഷ്വൽസും. എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ബേഡ്സിൻ്റെ വിഷ്വൽസൊക്കെ എടുത്ത് കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു ലയണിൻ്റെ നല്ല രീതിയിലൊരു പഗ് മാർക്ക് കിട്ടിയായിരുന്നു. മെയിനായിട്ട് ഇവിടെ ലയൺസൊക്കെ കൂടുതലും നമ്മൾ ഈ വണ്ടി പോകുന്ന സെയിം റൂട്ടിൽ തന്നെ ആയിരിക്കും അവർ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പഗ് മാർക്ക് നോക്കിയിട്ട് അതിനെ നമുക്ക് നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ സൈഡിലും അതിൻ്റെ പഗ് മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരെ അതിനെ ട്രേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ലയണിൻ്റെ മനോഹരമായ വിഷ്വൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നേരെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് തൊട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് വേറെ സൈറ്റിംഗ് കിട്ടിയായിരുന്നു. റെഡ് നാപ്ഡ് ഐബിസിൻ്റെ ഒരു മനോഹരമായൊരു വിഷ്വൽസ് കിട്ടിയായിരുന്നു. മലയാളത്തിൽ തന്നെ പറയുന്നത് ചെന്തലയൻ അരുവാൾ കൊക്കൻ എന്നാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ ഒരു വിഷ്വൽസും കൂടി നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ അതിൻ്റെ വിഷ്വൽസ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നേരത്തെ റൈറ്റ് സൈഡിലായിരുന്നു നമ്മൾ അതിൻ്റെ പഗ് മാർക്ക് കണ്ടത് ലയണിൻ്റെ. ഇപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലേക്കായി. ഇപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ നല്ല രീതിയിൽ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യമായിട്ട് സൈറ്റിംഗ് കിട്ടിയത് ഡോഡ്രീൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ വിപിൻ ചേട്ടനായിരുന്നു. ചേട്ടനാണ് നമുക്ക് ആദ്യമായിട്ട് ലയണിനെ കാണിച്ചു തന്നത്. റൈറ്റ് സൈഡിലായിരുന്നു നമുക്ക് അതിൻ്റെ സൈറ്റിംഗ് കിട്ടിയത്. നമുക്ക് അതിൻ്റെ മനോഹരമായ വിഷ്വലിലേക്ക് പോകാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഫീമെയിൽ ലയണായിരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്ക് പോകാം. Humans, what have you learned? I was programmed to beat you. എന്തായാലും നമുക്ക് സിംഗിൾ ആയിട്ടുള്ളൊരു ഫീമെയിൽ ലയണിൻ്റെ വിഷ്വൽസാണ് കിട്ടിയത്. നമ്മൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. കാരണം ഇതിൻ്റെ വേറെ ഗ്രൂപ്പ് ഇതിൽ ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും നമുക്ക് അതിൻ്റെ വേറെ സൈറ്റിംഗ് കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു. ഈ ഒരു പടുകൂറ്റൻ വിഷ്വലാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും വിഷ്വൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് കമൻസ് ആയിട്ട് അയയ്ക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും വീഡിയോ ഉപകാരപ്രദമാവുന്നു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അവർക്കും ഷെയർ ചെയ്യുക.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ഇട്ട വിഷ്വൽസ് നമ്മുടെ ഗോപ്രോയിലെ വിഷ്വൽസ് ആയിരുന്നു. കാരണം മനോഹരമായ ഒരു വിഷ്വൽ ആയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. റിപ്പീറ്റേഷൻ ആയിട്ട് ആർക്കും തോന്നരുത്. എന്തായാലും നല്ലൊരു കാഴ്ചകളും നല്ല രീതിയിലുള്ള സൈറ്റിംഗ് കാര്യങ്ങൾ കിട്ടിയതുകൊണ്ട് എല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഇതുപോലത്തെ യാത്രകളിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ യാത്രയെല്ലാം വളരെ മനോഹരമായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ട്രിപ്പുകൾ ഇവർ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവരായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ യാത്രയൊക്കെ ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, നമ്മൾ അത്യാവശ്യം നല്ലൊരു മാസ്ക്, ഒരു തൊപ്പി, നല്ലൊരു ഗ്ലാസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മുടെ ഗിയറിൻ്റെ ഫ്രണ്ട് വശത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.